പരീക്ഷാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ രാഹുലിന്റെ തെറ്റായ പരാമർശത്തിൽ അതിശക്തമായ വിമർശനമാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉന്നയിച്ചത്. രാഹുൽ തെറ്റായ പരാമർശം നടത്തി ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നും സഭയിൽ അതിശക്തമായ ബഹളമാണ് പ്രതിപക്ഷം നടത്തി. നമുക്കറിയാം, ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തോട് പൂർണ്ണമായും സഹകരിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നും ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം സഭ അലങ്കോലപ്പെടുത്താൻ ബഹളം വയ്ക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പരീക്ഷാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. ആദർശ് ജിഎസിലേക്ക് ആദർശ വിവരങ്ങൾ. ബഹളം പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു ചർച്ച തന്നെയായിരുന്നു ഈ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ നടന്നത്. ഇതിൽ പ്രതിപക്ഷം ഉയർത്തിയ ഓരോ വിമർശനത്തിനും കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതിന് ഭരണപക്ഷത്തിന് കഴിഞ്ഞു. ഓരോ എംപിമാരും കൃത്യമായിട്ടും ഈ UPA സർക്കാരിന്റെ ഭരണകാലത്ത് നടന്ന ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കൃത്യമായിട്ടുള്ള മറുപടി പ്രതിപക്ഷത്തിന് നൽകുകയും ചെയ്തു. അത് BJPയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച എംപിമാരായാലും JDUവിന്റെ ഭാഗത്തു നിന്നുള്ളവരായാലും ഒക്കെ തന്നെ അവർ കൃത്യമായിട്ട് രാജ്യത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ഈ ബില്ല് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഉത്തരവാദിത്വമില്ലാത്ത പരാമർശം, അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടി അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നൽകുകയും ചെയ്തു. ജിതേന്ദ്ര സിംഗ് കൃത്യമായിട്ടൊരു കാര്യം പറയുകയും ചെയ്തു. ആർക്കൊക്കെയാണ് വെടിവെക്കാൻ ഉത്തരവിടുവാനുള്ള അധികാരം എന്ന് പോലും രാഹുലിന് അറിയില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന രാഹുലിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ സമര നാടകം, അതിനെപ്പോലും കൃത്യമായിട്ട് ജിതേന്ദ്ര സിംഗ് പരിഹസിക്കുകയും ചെയ്തു. രാഹുൽ നടത്തുന്ന ഉത്തരവാദിത്വമില്ലാത്ത പരാമർശങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ഇതൊക്കെ ഈ സഭയുടെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള പരാമർശം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അങ്ങനെ കൃത്യമായിട്ട് രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ കൂടുതൽ കഠിനമായിട്ടുള്ള ശിക്ഷ നൽകുന്നു, പിഴ തുക വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പൊതുപരീക്ഷകൾ കുറ്റമറ്റതായി നടത്തുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതും രാജ്യത്തെ യുവജനങ്ങളോട്, വിദ്യാർത്ഥി സമൂഹത്തോട് ഒക്കെയുള്ള ഉത്തരവാദിത്വമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും പാർലമെന്റിൽ പലകുറി ഈ ചർച്ച തടസ്സപ്പെടുത്തുന്നതിനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ആ ശ്രമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭാവി തലമുറയെ സംബന്ധിച്ചും രാജ്യത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയും ഒക്കെയുള്ള നിർണായകമായ ബില്ല് ലോക്സഭ പാസാക്കിയിരിക്കുകയാണ്. രാഖി. ശരി ആദർശ്, എന്തായാലും ശബ്ദ വോട്ടോടുകൂടിയാണ് പരീക്ഷാ ഭേദഗതി ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്നത്. അതിശക്തമായ ബഹളത്തിനിടയിലും കൃത്യമായി നിലപാട് വിശദീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒപ്പം തന്നെ ഈ രാഹുലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉന്നയിച്ചിരുന്നു. ഈ ഒരു മോശം പരാമർശം അത് ഒരിക്കലും പൊറുക്കാൻ സാധിക്കുന്ന ഒന്നല്ല, മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. നുണ പറയുന്ന രാഹുൽ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് കിരൺ റിജിജു ആവശ്യപ്പെട്ടത്. രാഹുൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നും പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു. ആദർശ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.